ഹായ് ഓൾ, വെൽക്കം ടു ടൂസ് അക്കാഡമി. ടൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല. എല്ലാവരും നന്നായി തന്നെ പഠിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ഏരിയാസും ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേട്ടറ്റ് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അധികം വൈകാതെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സമയം ഒട്ടും കളയാതെ തന്നെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എത്തിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഇതൊരു പ്രത്യേകതരം ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് നമ്മൾ നോർമലി കണ്ടുവരുന്ന ക്വസ്റ്റ്യനിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അതായത് 3-4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സിലബസിലുള്ള കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു മാറ്റം നമ്മുടെ കേട്ടറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടന്നാലോ. ത്രികോണങ്ങൾ ശ്രദ്ധിക്കുക. ത്രികോണം എ ബി സിയിൽ കോൺ എ ആണ് വലിയ കോൺ. ത്രികോണം ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി ആയിരിക്കും. ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും തുല്യ ത്രികോണങ്ങൾ ആണ്. ത്രികോണം പി ക്യു ആറിൽ ചെറിയ കോൺ ആംഗിൾ പി ആയിരിക്കും. ശരിയായത് തിരഞ്ഞെടുക്കുക. 4 മാത്രം തെറ്റ്, എല്ലാം ശരിയാണ്. 1ഉം 2ഉം മാത്രം ശരി, 1, 2, 3 തെറ്റാണ്. അപ്പൊ നമുക്കിത് തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഈ 2 ത്രികോണങ്ങൾ തന്നു കഴിഞ്ഞാൽ അവ തുല്യ ത്രികോണങ്ങൾ, അതായത് ഈക്വൽ ട്രയാങ്കിൾസ് ആവാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അവയിൽ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ കണ്ടീഷനാണ് എസ് 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 എന്ന് പറയുന്ന കണ്ടീഷൻ. എന്താണ് എസ്? സൈഡ് സൈഡ് സൈഡ്. ഒന്നുമില്ല. എന്താണ്? ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമായാൽ ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ ആകും. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു 2 ത്രികോണങ്ങളുണ്ട്. അതിന്റെ 3 വശങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമായ ആ 2 ത്രികോണങ്ങളും എന്തായിരിക്കും? തുല്യമാകും. തുല്യ ത്രികോണങ്ങൾ എന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ ഒരു ത്രികോണം ഉണ്ട്. ആ ത്രികോണം ഇപ്പോ സപ്പോസ് 4, 5, 6 ഇതാണ് ആ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ എന്ന് വിചാരിക്കുക. അടുത്തൊരു ത്രികോണം, അടുത്ത ത്രികോണം ഇവിടെ വരച്ചു. ഇത് 4, ഇത് 5, ഇത് 6. ഇതായിരുന്നു നമ്മുടെ അടുത്ത ത്രികോണം എന്ന് വിചാരിക്കുക. നോക്കിക്കേ, ഈ 2 വശങ്ങളും ഇതിന്റെ ഈക്വൽ ആണല്ലേ. അതുപോലെ ഈ 2 വശങ്ങളും ഈക്വൽ ആണ്. ഈ വശങ്ങളും ഇതിന്റെ ഈക്വൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളിപ്പോ ഈ ത്രികോണത്തിനെ ഒന്ന് വെട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. ഈ ത്രികോണത്തിനെയും വെട്ടിയെടുത്തു. ഇത് 2 പേരെയും കൂടി ഒട്ടിച്ചു വെക്കുവാണ്. അപ്പൊ എന്ത് വരും? ഒന്നിന്റെ മുകളിൽ തന്നെ ഒട്ടിയിരിക്കും. എന്ന് പറഞ്ഞാൽ 2 ഒരേ ത്രികോണം തന്നെയാണ്. അപ്പൊ അതാണ് തുല്യ ത്രികോണങ്ങളിലെ ആദ്യത്തെ ക്രൈറ്റീരിയ. 3 സൈഡുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ത്രികോണങ്ങൾ എന്ത് ത്രികോണങ്ങളാണ്? തുല്യ ത്രികോണങ്ങൾ ആണ്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇനി അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? എസ് എ എസ് കണ്ടീഷൻ ആണ്. ഒരു ത്രികോണത്തിന്റെ 2 വശവും ഇടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശത്തിനും ഇടയിലുള്ള കോണിനോട് തുല്യമായാൽ 2 ത്രികോണങ്ങളും തുല്യമാകും. അത് ആ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എസ് എ എസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെയും നമുക്ക് 2 ത്രികോണങ്ങളുണ്ട്. ഇതൊരു ത്രികോണം, ഇത് അടുത്ത ത്രികോണം. അപ്പൊ സപ്പോസ് നമ്മൾക്ക് ഈ 2 സൈഡ് എടുത്തു എന്ന് വിചാരിക്കുക. ഇതൊരു 5 സെന്റിമീറ്റർ, ഇതൊരു 6 സെന്റിമീറ്റർ,
അതുപോലെ ഇവിടെ ഇടയ്ക്ക് കിടക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ത്രികോണം വന്നു. ഇതാണ് 6 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. ഇവരുടെ ഇടയിലുള്ള കോണം എന്ന് പറയുന്നതും 45 ഡിഗ്രിയാണ്. ഇങ്ങനത്തെ ത്രികോണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവ രണ്ടും എന്ത് തരം ത്രികോണങ്ങളാണ്? തുല്യ ത്രികോണങ്ങൾ തന്നെയാണ്. സോ രണ്ടു വശം, അവയുടെ ഇടയിലുള്ള ആംഗിൾ. ഇവിടെയും രണ്ടു വശവും ഈക്വൽ ആണ്, അവയുടെ ഇടയിലുള്ള ആംഗിൾ. അതാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് അവരുടെ ആ രണ്ട് വശങ്ങൾ ഏതാണോ അതിന് ഇടയിലുള്ള ആംഗിൾ തന്നെയായിരിക്കണം വരേണ്ടത്. അല്ലാതെ ഇപ്പൊ ദാ വേറൊരു ത്രികോണം ഇവിടെ വച്ചു. ഇത് 5 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ. ഇതാണ് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇവ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമോ? ഈ ത്രികോണം എന്ന് പറയുന്നത് ഈ ത്രികോണങ്ങളോട് ഈക്വൽ ആവുമോ? ഈക്വൽ ആവില്ല. അതായത് ഇവരുടെ രണ്ടുപേരുടെ ഈക്വൽ ആയിട്ട് ഏത് വശങ്ങളാണോ ഉള്ളത് അവയുടെ ഇടയിലുള്ള ആംഗിൾ തന്നെയാവണം മറ്റേ ത്രികോണത്തിന് ഉണ്ടാവേണ്ടത്. അങ്ങനെയല്ല എങ്കിൽ അത് എന്തായിരിക്കില്ല? തുല്യ ത്രികോണം ആവില്ല. അപ്പൊ SAS പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതാണ്. അടുത്ത പ്രോപ്പർട്ടി ASA പ്രോപ്പർട്ടി. ഏതാണ്? ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകളും ഇടയിലുള്ള വശവും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് കോണിനോടും ഇടയിലുള്ള വശത്തിനോടും തുല്യമായാൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങൾ ആകും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് ത്രികോണങ്ങളുണ്ട്. രണ്ട് ത്രികോണങ്ങൾ വരച്ചു. ASA പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് ഈ ആംഗിള് ഒരു 30 ഡിഗ്രി എടുക്കാം, ഈ ആംഗിള് ഒരു 35 ഡിഗ്രി എടുക്കാം. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഇത് 30 ഡിഗ്രി, ഇത് 35 ഡിഗ്രി, ഇത് 5 സെന്റിമീറ്റർ, ഇതും 5 സെന്റിമീറ്റർ. ഇങ്ങനെയുള്ള ത്രികോണങ്ങൾ രണ്ട് ആംഗിൾ അവിടെ അറ്റത്തും ഈ അറ്റത്തും ഓരോ ആംഗിൾസ് വീതമുണ്ട്. രണ്ടുപേരും ഈക്വൽ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് അവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് 5 സെന്റിമീറ്റർ, ഇതും 5 സെന്റിമീറ്റർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്ത് തരം ത്രികോണങ്ങളായിരിക്കും? തുല്യ ത്രികോണങ്ങൾ ആയിരിക്കും. അപ്പൊ ഇവിടെ വേറൊരു ത്രികോണം വരച്ചു എന്ന് വിചാരിക്കുക. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇത് 35 ഡിഗ്രി വന്നു, ഇത് 30 ഡിഗ്രി വന്നു, ഇത് ഇവിടത്തെ 5 സെന്റിമീറ്റർ ഇങ്ങോട്ട് മാറി വന്നു. ഒറ്റയടിക്ക് നോക്കുമ്പോൾ എല്ലാ മെഷർമെന്റ്സും ഉണ്ട്. അപ്പൊ ഇത് ഒന്നും എഴുതാൻ പറ്റില്ല. കാരണം എന്താ? ഈ 35നും 30ക്കും ഇടയിൽ തന്നെ വരണം ഈ 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. വേറെ എവിടെ വന്നിട്ടും കാര്യമില്ല. ഇവരുടെ ഇടയിൽ ഒരു 4 സെന്റിമീറ്റർ വന്നാലും ഈ ത്രികോണങ്ങളോട് ഈക്വൽ ആവുമോ? ഇല്ല. അതേപോലെ തന്നെ 5 സെന്റിമീറ്റർ തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതെന്താവുള്ളൂ? ഈക്വൽ ആവുള്ളൂ. അപ്പൊ രണ്ട് ആംഗിളും ഉണ്ട്, അവരുടെ ഇടയിലുള്ള വശം തന്നെ വേണം. ഇവിടെയും രണ്ട് ആംഗിൾ ഉണ്ട്, ഇടയിലുള്ള വശം തന്നെ വേണം. ഇവിടെ രണ്ട് സൈഡ് ഉണ്ട്, ഇടയിലുള്ള ആംഗിൾ തന്നെ വരണം. ഇവിടെയും രണ്ട് സൈഡ് ഉണ്ട്, ഇടയിലുള്ള ആംഗിൾ തന്നെ വരണം. അങ്ങനെയാണെങ്കിലാണ് ആ പ്രോപ്പർട്ടി വരിക. ഏതൊക്കെയാണ് പ്രോപ്പർട്ടി? SSS പ്രോപ്പർട്ടി, SAS പ്രോപ്പർട്ടി, ASA പ്രോപ്പർട്ടി. അങ്ങനെ 3 പ്രോപ്പർട്ടിയാണ് നമുക്ക് തുല്യ ത്രികോണങ്ങളുടെ കേസിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ തുല്യ ത്രികോണങ്ങൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണങ്ങൾക്ക് കുറച്ച് പ്രത്യേകത കൂടിയുണ്ട്. ചെറിയ കോണിന് എതിരെയുള്ള വശം എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും. വലിയ കോണിനെതിരെയുള്ള വശമായിരിക്കും വലുത്. ചെറിയ കോൺ ഏതാണോ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വശം വലിയ വശം. വലിയ കോൺ ഏതാണോ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വശം വലിയ വശം. അങ്ങനെയായിരിക്കും ത്രികോണങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ ആ പ്രോബ്ലം ഒന്ന് നോക്കിയാലോ. എന്താണ് നമ്മുടെ പ്രോബ്ലം? ത്രികോണ ABCയില് കോൺ A ആണ് വലിയ കോൺ എന്നാ പറഞ്ഞിരിക്കുന്നത്. കോൺ A ആണ് വലിയ കോൺ. അപ്പോ ABCയിലെ A നോക്കുക. ഇതാണ് A. Aക്ക് എതിരെ കിടക്കുന്ന വശം, അതായത് ഓപ്പോസിറ്റ് കിടക്കുന്ന വശം എത്രയാ? 6 സെന്റിമീറ്റർ. ഈ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? വലിയ വശമല്ലേ? അപ്പൊ വലിയ വശത്തിനെതിരെ കിടക്കുന്ന കോണായിരിക്കും വലുത്. ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ആംഗിൾ ബിയും ആംഗിൾ പിയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി. ആംഗിൾ ബി എന്ന് പറയുന്നത് ദാ ഈ കിടക്കണം, അതായത് 5 എന്ന് പറയുന്ന വശത്തിനെതിരെ ഉള്ളത് അല്ലേ. ഇനി ആംഗിൾ ക്യൂ അല്ല, ആംഗിൾ പി ആണ് വേണ്ടത്. ആംഗിൾ പി അഗെയിൻ ആംഗിൾ പിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാണ്? ദാ 5 തന്നെയാണ് ആംഗിൾ പിയുടെയും ഓപ്പോസിറ്റ് കിടക്കുന്നത്. അപ്പോ ഒരേ വശത്തിന് തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അടുത്ത സബ് ക്വസ്റ്റ്യൻ, അടുത്ത സെന്റൻസ് എന്താണ്? ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ നോക്കുക, തുല്യ ത്രികോണങ്ങൾ ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? 3 വശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആവണം. 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നുകിൽ 3 സൈഡ്സ് ഈക്വൽ ആവണം, അല്ലെങ്കിൽ 2 സൈഡും അവയ്ക്കിടയിൽ കിടക്കുന്ന ആംഗിളും ഈക്വൽ ആവണം, അല്ലെങ്കിൽ 2 ആംഗിളും അവയ്ക്കിടയിൽ കിടക്കുന്ന സൈഡും ഈക്വൽ ആവണം. ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളാവും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 3 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ ഉണ്ട് ഒരു 3 സെന്റിമീറ്റർ. ഇവിടെ 5 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ ഉണ്ട് 5 സെന്റിമീറ്റർ. ഇവിടെ ഒരു 6 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെയും 6 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ വശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയില്ലേ. അതായത് SSS എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ച് ഈ 2 ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങൾ ആയിരിക്കും. അടുത്ത ത്രികോണം പി ക്യു ആറിൽ ചെറിയ കോൺ ആംഗിൾ പി ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാലാമത്തെ സെന്റൻസ് എന്താ പറയുന്നത്? ത്രികോണം പി ക്യു ആർ എടുത്തു. ഇതാണ് ത്രികോണം പി ക്യു ആർ. ചെറിയ കോൺ ആംഗിൾ പി എന്നാ പറഞ്ഞിരിക്കുന്നത്. ചെറിയ കോൺ ഏതായിരിക്കും? ചെറിയ വശത്തിന് എതിരെ കിടക്കുന്ന കോണായിരിക്കും ചെറിയ കോൺ. ചെറിയ വശം ഏതാ? ഈ 3 സെന്റിമീറ്റർ. ആ 3 സെന്റിമീറ്ററിന് എതിരെ കിടക്കുന്ന കോൺ ഏതാ? ക്യൂ ആണ്. അപ്പൊ ഈ ത്രികോണം പി ക്യു ആറിലെ ചെറിയ കോൺ ആരാ? ക്യൂ ആ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ആരാന്നാണ്? പി ആണെന്നാണ്. അപ്പൊ ഇതും തെറ്റ്, ഇതും തെറ്റ്. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂ എന്ത് തന്നെയാണ്? ഈക്വൽ ആണെന്നുള്ളതും നമ്മൾ പറഞ്ഞല്ലേ. ആംഗിൾ ബി എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററിന് എതിരെയാണ്. അതുകൊണ്ട് ആംഗിൾ ബി, അതുപോലെ 5 സെന്റിമീറ്റർ എതിരെ തന്നെയാണ് ക്യൂ. സോ ആംഗിൾ ബി, സോറി പി. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ പിയും ഈക്വലും ആയിരിക്കും. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ശരിയായി. ആര് മാത്രമേ തെറ്റുള്ളൂ? 4 മാത്രമേ തെറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? 4 മാത്രം തെറ്റുന്നുള്ള ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കൂ. എയും ബിയും അടുത്തടുത്ത 2 അതിസംഖ്യകൾ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 2025 ആയാൽ എ പ്ലസ് ബി എത്ര എന്ന് ചോദിച്ചത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എക്കും ബിക്കും ആവശ്യമായിട്ടുള്ള 2 പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. എന്താണ്? എയും ബിയും എന്താണ്? 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. വെറും പോസിറ്റീവ് നമ്പേഴ്സ് അല്ല. എന്താണ്? അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അടുത്തടുത്ത പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതുപോലെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 2025. ഇത്രയും കാര്യമാണ് തന്നിട്ടുള്ളത്. എങ്കിൽ എ പ്ലസ് ബി എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫോർമുലാസ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. നമുക്കറിയാം എന്ത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, ഇവർ രണ്ടുപേരും മൈനസ് ചെയ്യുക. അപ്പൊ ഇവർ രണ്ടുപേരും മൈനസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് ചെയ്യുന്നത് എങ്ങനെയാ? രണ്ടുപേരും മൈനസ് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോകും, ഇതും ക്യാൻസൽ ചെയ്ത് പോകും. ബിയും പോവും, ഈ ബി സ്ക്വയറും പോവും. ബാക്കി ആരേ വരുള്ളൂ? ഇതാ ഇവിടെ കിടക്കുന്ന ആൾക്കാര് മൈനസ് ആ ചെയ്യുന്നത്. അപ്പൊ 2ab മൈനസ് 2ab എന്ന് വരും. അതായത് 2ab
പ്ലസ് 2ab ഈക്വൽ ടു 4ab എന്ന് വരും. നമ്മുടെ ആൻസർ എന്ത് വരും? അപ്പോൾ 4ab ഈ ഇക്വേഷനിലേക്ക് എത്തും. ലാസ്റ്റത്തെ ഇക്വേഷൻ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 2025 2025 തന്നിട്ടുണ്ട്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്കറിയാം. എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു 2025. കണ്ടുപിടിക്കേണ്ട ആരെയാണ്? എ പ്ലസ് ബിനെ കണ്ടുപിടിക്കണം. വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടുമില്ല. അപ്പൊ നമുക്ക് നോക്കാം. എയും ബിയും അടുത്തടുത്ത അതിസംഖ്യകളാണ്. ഇപ്പൊ സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു 10 ബി എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? അടുത്തടുത്ത അതിസംഖ്യകൾ എന്ന് പറയുമ്പോൾ അടുത്തടുത്ത അതിസംഖ്യകൾ ഉദ്ദേശം അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ എന്നാണ് കേട്ടോ. അടുത്തടുത്ത എണ്ണൽ സംഖ്യകളാണെന്ന് വിചാരിക്കുക. എണ്ണൽ സംഖ്യകളാണ്. അങ്ങനെയെങ്കിൽ 10ഉം 11ഉം ആയിരിക്കും നമ്പേഴ്സ്. ഇവർ തമ്മിലുള്ള എന്താണ്? മൈനസ് ചെയ്ത് നോക്കുക. എയും ബിയും മൈനസ് ചെയ്ത് നോക്കുക. എന്ത് വരും? 11ൽ നിന്ന് 10 പോയാൽ എത്ര വരും? 1 വരുന്നത്. ഇനി അടുത്തടുത്ത മറ്റൊരു അതിസംഖ്യ, സപ്പോസ് 100ഉം 101 ആയിരുന്നു ഈ സംഖ്യ എന്ന് വിചാരിക്കുക. അപ്പൊ 101ൽ നിന്ന് 100 പോയി കഴിഞ്ഞാൽ എത്ര വരും? 1. അപ്പൊ അടുത്തടുത്ത സംഖ്യകളാവുമ്പോൾ അവരുടെ ഡിഫറൻസ് എന്താണ്? 1 സോ നമുക്കിവിടെ എ മൈനസ് ബി എന്ന് പറയുന്നത്, അതായത് എയും ബിയും കൂടെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും എന്ത് തന്നെ വരുള്ളൂ? 1 വരികയുള്ളൂ. അപ്പൊ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു 2025 എന്ന് പറയുമ്പോൾ എ മൈനസ് ബിക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? 1 കൊടുക്കാലോ. സോ നമ്മുടെ ആൻസർ എന്ത് വരും? അപ്പൊ നമ്മൾക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്ന എന്തായിരിക്കും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് പകരം 1 കൊടുക്കുക, 2025 എന്ന് വരും. അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു 2025 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ അടുത്തടുത്ത 2 അതിസംഖ്യകൾ എന്നത് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് 2025 എന്ന് പറഞ്ഞ് അവിടെ വെച്ച് നിർത്താനേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ഈ എ മൈനസ് ബി എന്ന് പറഞ്ഞ 1 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? 2025 തന്നെയാണ് എ പ്ലസ് ബിയുടെയും വാല്യൂ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. അടുത്ത ചോദ്യം, ചിത്രത്തിൽ എ പ്ലസ് ബി ഈക്വൽ ടു 16 ആയാൽ എ മൈനസ് ബി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രത്തില് എ പ്ലസ് ബി ഈക്വൽ ടു 16 ആയാൽ എ മൈനസ് ബി എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചിത്രത്തിലെ എയും ബിയും ഇവിടെ തന്നിട്ടുണ്ട്, ഒരു ഹൈറ്റും തന്നിട്ടുണ്ട് 8 എന്നുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് എ പ്ലസ് ബി തന്നിട്ടുണ്ട്, എ മൈനസ് ബി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇത് എന്ത് തരം ട്രയാങ്കിൾ ആണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഏത് റൈറ്റ് ആംഗിളിന്റെ കേസ് വന്നാലും നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേണ്ട തിയറം എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം. സോ അത് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ് പൈതഗോറസ് തിയറം? നമുക്ക് ഈ 8 അല്ലേ തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ആരാണ്? എ മൈനസ് ബിയോ എ പ്ലസ് ബിയോ വേണ്ടത്. സോ നമുക്ക് ഈ 8 കാണാൻ വേണ്ടി ഹൈറ്റ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫോർമുല എന്താ? ഹൈറ്റ് എന്ന് പറഞ്ഞ് ഹൈറ്റിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആയിട്ട് എടുക്കും, ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുത്തു, ഇത് ബേസ് ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. എന്ത് വരും? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് തന്നെ എഴുതാം അല്ലെ. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് എഴുതാം. സോ ഇവിടെ എച്ചിന് പകരം ആരാ വന്നിരിക്കുന്നത്?
8. 8ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ്. ഇത് മുന്നേ അപ്ലൈ ചെയ്ത അതേ ഫോർമുല തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്ത് വരും? 8 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 ആണ് അല്ലെ? 64 ആണ്. ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? എ പ്ലസ് ബി തന്നിട്ടുണ്ട് അല്ലേ? എ പ്ലസ് ബി എത്രയാണ്? 16 ആണ്. So 64 is equal to 16 into a minus b എന്ന് വരും. 16 into a minus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ a minus b എത്രയായിരിക്കും? a minus b കണ്ടുപിടിക്കാൻ ഈ 16നെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഒരു സൈഡിലുള്ള ആളെ അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അതായത് 64 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. 64 ഡിവൈഡഡ് ബൈ 16 എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 4 ചെയ്ത് നോക്കുക. 6 4 24, റിമൈൻഡർ 2, 4 2 6. ആൻസർ എന്ത് വരും? 4 വരും. അപ്പൊ നമുക്ക് എന്ത് വേണ്ടേ? എ മൈനസ് ബി ഈക്വൽ ടു നമ്മുടെ ഉത്തരം എന്ത് വരും? 4 വരും. ഇതേ ടൈപ്പിലുള്ള ഒരു പ്രോബ്ലം കഴിഞ്ഞ തവണത്തെ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതിന്റെ ഈ നമ്പേഴ്സ് ജസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇനി വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു ചോദ്യം ചെയ്തു ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കുന്നതിലും നല്ലത് ഇതിന്റെ 8ന് പകരം അടുത്ത നമ്പർ കൊടുക്കുക. 4 കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ 16ന് പകരം വേറെ ഏതെങ്കിലും വാല്യൂ കൊടുക്കുക. ഇതിനൊപ്പം 9 കൊടുക്കുക. ഈ 16ന് പകരം 27ഓ 81ഓ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പൊ അന്നേരം നമുക്ക് വേറെ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ എന്ത് ചെയ്യാം? നമ്മൾ ഇങ്ങനെ നമ്പേഴ്സ് മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം? ഇതിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. നമുക്ക് ആ ചെയ്യുന്നതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കും. ഒരേ ക്വസ്റ്റ്യന്റെ നമ്പർ മാറ്റി കൊടുത്താൽ മതി. മാത്സിന് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കില്ല. അതിന്റെ ജസ്റ്റ് നമ്പർ മാറ്റിയിട്ടുള്ള വേർഷൻ ആയിരിക്കും എപ്പോഴും ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗ സംഖ്യ ഏത്? പൂർണ്ണവർഗ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ. താഴെ തന്നിരിക്കുന്നവയിൽ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്നാണ് ചോദ്യം. പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കിടക്കുന്ന സംഖ്യകളെ എല്ലാത്തിനെയും എഴുതാൻ പറ്റണം. ഇതിപ്പോ നമുക്ക് 1 to 10 എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 ഇത്ര നമ്പേഴ്സ് എടുത്തു. ഇതിൽ നമുക്ക് 4 എടുത്തു. ഈ 4ന് 2ന്റെ സ്ക്വയറിന് എഴുതാം പറ്റില്ലേ? 9 എടുത്തു. ഈ 9ന് 3ന്റെ സ്ക്വയറിന് എഴുതാൻ പറ്റും. ബാക്കിയുള്ള ഏതെങ്കിലും നമ്പേഴ്സിനെ ഇതുപോലെ ഒരൊറ്റ സംഖ്യയായിട്ട് സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയുള്ള സംഖ്യകളാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ, പൂർണ്ണവർഗ സംഖ്യകൾ എന്നൊക്കെ പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ 2ന്റെ ക്യൂബ് 3/4 4ന്റെ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാത്തിനെയും സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 2ന്റെ ക്യൂബിന് 2ന്റെ സ്ക്വയർ ഇൻറ്റു 2 എന്ന് എഴുതാം. പാടില്ലേ? കുഴപ്പമില്ലല്ലോ. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് a raised to m into a raised to n is equal to a raised to m plus n ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എമ്മിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അത് 3 നമുക്ക് 2 plus 1 എന്ന് എഴുതാം. 2 raised to 3 നമുക്ക് 2 raised to 3 plus 1 എഴുതാം. അതായത് 2 plus 1 എന്ന് എഴുതാം. അതായത് 2 raised to 2 into 2 എന്ന് വരും. ഇത് ഇവിടെ കൂട്ടി കഴിയുമ്പോൾ 1 വരണം. അത്രയേ ഉള്ളൂ. 3 വരണം. ഇൻറ്റു 3 raised to 4 നമുക്ക് 3 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് വരാം. അതായത് 2 plus 2 4 ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 4 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 4 സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് 4 ഇൻറ്റു 4 എന്ന് എഴുതാം. പാടില്ലേ? അതായത് ഇത് 2 സ്ക്വയർ ആണ്, 2 ആണ്, ഇത് 3 സ്ക്വയർ ആണ്, ഇത് 3 സ്ക്വയർ ആണ്,
ഇത് 2 സ്ക്വയർ. ഫോറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു 2 സ്ക്വയർ ആണ്. അപ്പൊ എല്ലാത്തിനെയും 2 സ്ക്വയർ എഴുതി. പക്ഷെ ഇവിടെ ഒറ്റയാളുണ്ട് അല്ലേ? 2 ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എല്ലാത്തിലും സ്ക്വയർ വേണം. നമുക്ക് അടുത്തയാള് നോക്കാം. അടുത്ത നമ്പർ ഏതാണ്? അടുത്ത നമ്പർ ഏതാണ്? അടുത്ത നമ്പർ എന്ന് പറയുന്നത് 2⁴ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 4 ക്യൂബ് ആണ്. ഇനി നമുക്ക് നോക്കിയാലോ. 2⁴ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ എന്ന് എഴുതി. 2 + 2 4 ഇവിടെ വന്നു. 3 സ്ക്വയർ അതുപോലെ തന്നെ എഴുതി. കുഴപ്പമില്ല. ഇൻറ്റു 4 ക്യൂബ് ആണ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. ഇതെന്ത് വരും? 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ. 4നെ നമുക്ക് 2 സ്ക്വയർ ആയിട്ട് എഴുതാം അല്ലെ? ഇൻറ്റു 2 സ്ക്വയർ. ഈ 4നെയും 2 സ്ക്വയർ ആയിട്ട് എഴുതാം. ഇൻറ്റു ഇതിനെയും 2 സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പൊ എല്ലാത്തിലും എന്താണ് വന്നേ? സ്ക്വയർ വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റണം എല്ലാ നമ്പേഴ്സിനെയും. ഇതിനെല്ലാത്തിനെയും ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടും എന്ന് പറയാം. നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം. 4⁴40 എന്ന സംഖ്യയുടെ പകുതി എത്ര? 4⁴40 എന്ന സംഖ്യയുടെ പകുതി എത്ര? അപ്പൊ ചാടിക്കേറി നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലുമൊക്കെ ആൻസേഴ്സ് നമ്മൾ അങ്ങ് എഴുതും. അപ്പൊ എന്ത് ചെയ്യും? തെറ്റിപ്പോവുകയും ചെയ്യും. 4⁴40ന്റെ പകുതി 4⁻20 ആണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നോക്കുക. 4⁻40 എന്ന് പറയുന്ന സംഖ്യയുടെ പകുതി എന്ന് ചോദിച്ചാൽ ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഡിവൈഡ് ബൈ 2 ഇവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 4ന് പകരം ആര് വരണം? 2 തന്നെ വരണം. എന്നാലേ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളൂ. അപ്പൊ 4നെ 2 ആക്കാൻ വേണ്ടിയിട്ട് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് 2 സ്ക്വയർ ആണ് അല്ലെ? ഇവിടത്തെ 4ന് പകരം നമ്മൾ 2 സ്ക്വയർ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? whole⁻40 അവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ ആ 40 മുകളിൽ കൊടുത്തു. അപ്പൊ എത്ര വന്നു? 2⁴ whole⁻n ആക്കി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ എഴുതി. അപ്പൊ a⁻m⁴n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m into n ആണ്. അതായത് 2⁻2 × 40 എന്ന് വരും. ഇവിടെ m, ഇത് n, ഇത് m, ഇത് n. ഓക്കെ. സോ 2 × 40. അതായത് 2⁻80 എന്ന് വരും. നമുക്ക് എന്താ വേണ്ട? അതിന്റെ പകുതിയാണ്. അപ്പൊ ഡിവൈഡ് ബൈ 2. ഇതിന്റെ പകുതി എത്രയാണ്? 2⁻80 ഡിവൈഡ് ബൈ 2⁻1 ആണ്. a⁻m ഡിവൈഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m−n ആണ്. അത് മൈനസ് ചെയ്യണം താഴെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ എന്ത് വരും? 2⁻80 - 1 = 2⁻79 ആണ് ആൻസർ. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സംശയമുള്ള ഇതൊന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ചാടിക്കേറി 2⁻20 എന്നൊന്നും എഴുതിയേക്കരുത്. ശ്രദ്ധിച്ച് വായിക്കുക. പകുതിയാ ചോദിച്ചെങ്കിൽ താഴെ 3 വരും. 2 വരും. അപ്പൊ മുകളിൽ ഈ സംഖ്യനെ എന്താക്കണം? 3യുടെ എന്തെങ്കിലുമൊക്കെ ആക്കണം. അങ്ങനെ ആക്കാൻ 2ന്റെ എന്തെങ്കിലുമൊക്കെ പവർ ഒക്കെ ആയിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകൾ ഇങ്ങനെ തരുള്ളൂ. അപ്പൊ അങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു സമബഹുഭുജത്തിന്റെ ഒരു ആന്തരകോണിന്റെ അളവ് 150 ഡിഗ്രി ആണ്. ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? എന്താണ് നമ്മുടെ ചോദ്യം? ഒരു സമബഹുഭുജത്തിന്റെ ഒരു ആന്തരകോണിന്റെ അളവ് 150 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എത്ര വശങ്ങളാണ് അതിനുള്ളതെന്നാണ്. അപ്പൊ അതിനു മുമ്പ് എന്താണ് ബഹുഭുജം? എന്താണ് സമബഹുഭുജം? എന്താണ് ആന്തരകോണ്? എന്താണ് ബാഹ്യകോൺ? ഇതൊക്കെ അറിയണ്ടേ? അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ഒരു ബഹുഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 അതിലധികമോ വശങ്ങളും കോണുകളും ഉള്ള രൂപങ്ങളാണ് ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഒന്നുകിൽ 3 അല്ലെങ്കിൽ അതിലധികമോ വശങ്ങൾ ഉണ്ടായിരിക്കണം. നോക്കൂ.
ഇവിടെ നമുക്ക് കുറേ ബഹുഭുജങ്ങൾ തന്നിട്ടുണ്ട്. ത്രികോണം എത്ര വശങ്ങളുണ്ട്? 3. എത്ര കോണുകളുണ്ട്? എടുക്കുന്നു 3. ഇതെന്താണ്? ചതുരാവാം, സമചതുരാവാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലെ? പൊതുവെ ഇവയെ പറയുന്നതാണ് ചതുർഭുജം എന്ന്. ചതുർഭുജം. ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഇത് ട്രയാങ്കിൾ എന്ന് പറയുന്ന പോലെ തന്നെ ഉണ്ട്. ട്രയാങ്കിൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ചതുർഭുജം എന്ന് മലയാളത്തിൽ പറയും. 4 വശമുണ്ട്, 4 വശമുണ്ട്, 4 കോണുണ്ട്. 3നേക്കാളും കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതും ഒരു ബഹുഭുജമാണ്. അടുത്ത ആള് ഇതേ കിടക്കുന്നു. 5 വശമുണ്ട്, 5 കോണുമുണ്ട്. ഇതെന്താണ്? പഞ്ചഭുജമാണ്. പെൻറ്റഗൺ എന്ന് പറയും. പഞ്ചഭുജം. പെൻറ്റഗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. പെൻറ്റഗൺ. അടുത്തത് 1, 2, 3, 4, 5, 6. 6 വശമുണ്ട്. അതിനെ ഷഡ്ഭുജം എന്ന് പറയും. ഷഡ്ഭുജം എന്ന് പറയും. 6 കോണുകളുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫിഗേഴ്സ് ഇനി അടുത്ത് 1, 2, 3, 4, 5, 6, 7. 7 വശമുണ്ട്. അതുപോലെ 7 കോണുകളുമുണ്ട്. ഇങ്ങനെയുള്ള രൂപങ്ങളെ പറയുന്ന പേരാണ് ഇത് സപ്തഭുജം എന്നാട്ടോ പറയുന്നത്. 7 സപ്തഭുജം. ഹെക്സഗൺ അല്ലെങ്കിൽ സപ്തഭുജത്തിന്റെ പറഞ്ഞ പേരാണ് ഹെപ്റ്റഗൺ. ഹെപ്റ്റഗൺ. ഓക്കെ. ഇത് ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ. ഇനിയുണ്ട് ഒക്ടഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നീണ്ടു പോകുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇവ നമുക്ക് അതിനുള്ള സമയമല്ലേ ഉള്ളൂ. സോ സപ്തഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ 3 അതിലധികമോ വശങ്ങളോ അല്ലെങ്കിൽ കോണുകളോ ഉള്ള രൂപങ്ങളാണ് ബഹുഭുജം എന്ന് പറയുന്നത്. ഏതൊരു ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും ആ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 into 180 ഡിഗ്രി ആയിരിക്കും. എന്തായിരിക്കും? n-2 into 180 ഡിഗ്രി ആയിരിക്കും. അതിൽ n എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ്. വശങ്ങളുടെ എണ്ണമാണ് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു ബഹുഭുജത്തിന്റെയും പുറം കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. ഏത് ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും അവർക്ക് പുറത്തൊരു കോണുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുവാണ്. ഈ സൈഡിനെ ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഇവിടെ നമുക്കൊരു കോൺ കിട്ടി. ഇതിനെയാണ് നമ്മൾ നീട്ടി വരച്ചത്. ഇത് കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഇവിടെ ഒരു കോൺ കിട്ടി. അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി ഈ സൈഡിനെ നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഇവിടെ ഒരു കോൺ കിട്ടി. ഈ കോണുകൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും. അതാണ് ഏതൊരു ബഹുഭുജത്തിന്, ഇത് ത്രികോണമായിക്കോട്ടെ, ചതുർഭുജമായിക്കോട്ടെ, പെന്റഗൺ, ഹെക്സഗൺ, ഏത് ഇതായ ബഹുഭുജം ആയിക്കോട്ടെ, അതിന്റെ പുറം കോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താണ് സമബഹുഭുജം എന്ന് പറയുന്നത്? അതിന്റെ ഇംഗ്ലീഷ് ആണ് റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ. പോളിഗൺ. ഓക്കെ. ബഹുഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഗൺ എന്നാണ് അർത്ഥം. സമബഹുഭുജം എന്ന് പറഞ്ഞാൽ റെഗുലർ പോളിഗൺ എന്നാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? 3 വശങ്ങളും തുല്യമായിരിക്കണം, 3 കോണുകളും തുല്യമായിരിക്കണം. അങ്ങനെയുള്ള ബഹുഭുജങ്ങളെയാണ് സമബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ത്രികോണത്തിന്റെ കേസ് എടുക്കുവാണ്. അപ്പൊ ത്രികോണത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ത്രികോണത്തിന്റെ കേസിൽ എന്ത് നമുക്ക് പറയാം? ഇക്വലാറ്റർ ട്രയാങ്കിൾ എടുത്തു. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് 60, 60, 60. അതിന്റെ വശങ്ങളും തുല്യമായിരിക്കും, കോണുകളും തുല്യമായിരിക്കും. അങ്ങനെയുള്ള ബഹുഭുജങ്ങളാണ് സമബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. ഒരു സമബഹുഭുജത്തിന്റെ എല്ലാ പുറം കോണുകളും തുല്യമായിരിക്കും. അപ്പൊ സമബഹുഭുജത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ കോണുകളും, ഉള്ളിലുള്ള കോണെല്ലാം തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പുറത്തുള്ള കോണുകൾ എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. പക്ഷെ ആ പുറത്തുള്ള കോണിന്റെ പ്രത്യേകത എന്താ?
ഏത് ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും ആ പുറത്തുള്ള കോണുകളുടെ തുക എപ്പോഴും 360 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സമബഹുഭുജത്തിന്റെ ഒരു പുറം കോൺ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി. 360 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ എന്താണ്? വശങ്ങളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് പറയാലോ, നമ്മുടെ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ആന്തരകോൺ, അതായത് ഇന്നർ ആംഗിൾ എന്ന് പറയാം. ആന്തരകോൺ, ആന്തരകോൺ, ആന്തരകോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ആംഗിൾ ആണ്. ഒരു ഇന്നർ ആംഗിൾ തന്നിട്ടുണ്ട് 180 അപ്പൊ നമുക്ക് ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ ബാഹ്യകോൺ കണ്ടുപിടിക്കാലോ. ബാഹ്യകോൺ അഥവാ ഔട്ടർ ആംഗിൾ, ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാലോ. അതായത് നമുക്ക് ആന്തരകോണും ബാഹ്യകോണും വരുമ്പോ നമ്മളിത് ട്രയാങ്കിൾ വരച്ചു. ഇതൊരു പുറംകോണാണ്, ഇതൊരു അകക്കോണാണ്. അവരുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എന്താ തന്നിരിക്കുന്നേ? ഒരു ആന്തരകോൺ എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. അങ്ങനെയെങ്കിൽ ബാഹ്യകോൺ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അതേ വെട്ടക്സിൽ തന്നെ ആയിരിക്കും കേട്ടോ ബാഹ്യകോൺ ഉണ്ടാവുക. ബാഹ്യകോൺ എത്രയാണ്? 180 മൈനസ് 150 ഈക്വൽ ടു 5 3 പോയ 5 8 5 പോയ 3 30 എന്ന് വരും. അപ്പൊ ഒരു കോൺ എന്ന് പറയുന്നത് 30 കിട്ടും. അതായത് ഒരു ബാഹ്യകോൺ എന്ന് പറയുന്നതാണ് 30 എന്ന് കിട്ടിയത്. അപ്പൊ നമുക്കറിയാലോ, ഈ കോണുകളുടെ ബാഹ്യകോണുകളുടെ എല്ലാവരുടെയും തുക എന്ന് പറയുന്നത് ബാഹ്യകോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ്. ഒരു പുറംകോൺ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. എന്താണ് നമ്മുടെ പുറംകോൺ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ? ഏത് ഇക്വേഷനാണ് നമ്മുടെ പുറംകോൺ കണ്ടുപിടിക്കാനുള്ളത്? ഒരു പുറംകോൺ എന്ന് പറയുന്നത് ഇത് മാറ്റാം. ഒരു പുറംകോൺ എത്രയാണ്? ഒരു പുറംകോൺ ഈക്വൽ ടു 360/n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഒരു പുറംകോൺ എത്ര കിട്ടി? നമുക്ക് 30 എന്ന് കിട്ടി. ഇത് 30 എന്ന് കിട്ടി. സോ നമുക്ക് n എന്ന് പറയുന്നത് എന്ത് കിട്ടും? n is equal to 360 ഡിവൈഡഡ് ബൈ പുറംകോൺ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയും. സോ 360 ഡിവൈഡഡ് ബൈ പുറംകോൺ എത്രയാണ്? 30 ആണ്. കട്ട് ചെയ്ത് കളയാം. 3 പോയി കഴിഞ്ഞാൽ 1 2. ടോട്ടൽ ആൻസർ എന്ത് വരും? 12. ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ഇതാന്ന് പറയുന്നത് ബഹുഭുജം എന്താണ്, സമബഹുഭുജം എന്താണ്, പുറംകോണുകളുടെ പ്രത്യേകത എന്താണ്, പുറംകോണും അകക്കോണും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. ഇനി ഇതിൽ നിന്നുള്ള ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഏരിയ ശരിക്കും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചിട്ട് പോകേണ്ടതുമാണ്. അടുത്തത് പ്രൊജക്ട് മെത്തേഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പെഡഗോഗി പാർട്ട്. A project is a wholehearted purposeful activity proceeding in a social environment. Who gave this definition? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആരാണ് പ്രൊജക്ട് മെത്തേഡിന്റെ മുന്നോട്ട് വെച്ചത്? പ്രൊജക്ട് മെത്തേഡ് മുന്നോട്ട് വെച്ചത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കിൽപാട്രിക് ആണ് അല്ലേ? അപ്പൊ പ്രൊജക്ട് മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിൽപാട്രിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊജക്ട് മെത്തേഡിന്റെ 90% ഉത്തരം ആര് തന്നെയായിരിക്കും? കിൽപാട്രിക് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി. ഇനി പ്രൊജക്ട് മെത്തേഡിന്റെ നമുക്ക് സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ. ഒരു പ്രൊജക്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യേണ്ടത്? ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം അല്ലെ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ പ്രപ്പോസിങ് ആൻഡ് ചൂസിങ് ദ പ്രൊജക്ട്. അതായത് ഏത് പ്രൊജക്ട് എടുക്കണം എന്ന് തീരുമാനിക്കണം. നമുക്ക് ക്ലാസ്സിലാണെങ്കിലും നമുക്കൊരു പ്രൊജക്ട് ഉണ്ട് എന്ന് പറയും ടീച്ചർ. കാരണം നമ്മുടെ സിലബസിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രൊജക്ട് ഉണ്ട്. അപ്പൊ നമ്മൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തു അവിടെ. ഇനി പ്രപ്പോസിങ് ആൻഡ് ചൂസ് ചെയ്ത പ്രൊജക്ട്. പക്ഷെ എന്റെ സബ്ജക്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കില്ല. നമ്മുടെ ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാൻ പറ്റും. ചിലപ്പോൾ അതിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, ഇത് മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഓരോരോ ടോപ്പിക്സ് എടുക്കാം. നമ്മളിപ്പോ PG കഴിഞ്ഞവരാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും നമുക്ക് പ്രൊജക്ട്സ് ഉണ്ടല്ലേ? അപ്പോൾ ടോപ്പിക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ ചൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്.
ടോപ്പിക് ഒക്കെ ചൂസ് ചെയ്തപ്പോൾ ടീച്ചറിന് കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിനൊക്കെ അത് ഫൈനലൈസ്, അത് ടീച്ചർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പ്രൊജക്റ്റിന്റെ ബാക്കിയുള്ള വർഷനിലേക്ക് കിടക്കും. എന്താണ് അതൊന്ന് പ്ലാൻ ചെയ്യും പ്രൊജക്റ്റ്, എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ സ്റ്റെപ്പ് വേണം, അതിൽ എങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെക്കും. ഇങ്ങനെ അതിന്റെ എക്സിക്യൂഷൻ ആണ്, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനിച്ച സ്ഥലത്തേക്ക് പോയി ആ പരിപാടികളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സിക്യൂഷൻ ഓഫ് ദി പ്രൊജക്ട്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ തന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. ആ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊരു ക്രോസ് ചെക്കിങ്ങും ടീച്ചറിന്റെ അടുത്ത് കൊടുത്തിട്ടുള്ള ഒരു പതിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ പ്രൊജക്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഫൈൻഡ് ചെയ്ത് കൊടുക്കും. ഇത്രയാണ് നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ ഉള്ളൂ അതിന്റെ സ്റ്റെപ്പ്. അത് നമുക്കത് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു കഥ പോലെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ പ്രൊജക്ട് മെത്തേഡിന്റെ സ്റ്റെപ്സ് ഇപ്പൊ ഇടയ്ക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഏത്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഏത്, അവസാനത്തെ സ്റ്റെപ്പ് ഏത്, ഇങ്ങനെയൊക്കെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ചോദിച്ചിട്ടപ്പോ താഴത്ത് നിൽക്കുന്നവർ പ്രൊജക്ട് മെത്തേഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്രയോഗി പാട്ടിൽ നിന്ന് തന്നെ. അപ്പൊ ഈ പ്രൊജക്ട് മെത്തേഡ് അതുപോലെ തന്നെ പ്രൊജക്ട് മെത്തേഡിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ മാത്തമാറ്റീഷ്യൻസ് ആണെങ്കിലും ബാക്കിയുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പറഞ്ഞിട്ടുള്ള കോട്ടുകൾ അത് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടൂസ് അക്കാഡമി സിടെറ്റ്, കേട്ടറ്റ്, HSC, HSSC, സെറ്റ്, നെറ്റ്, ചില PSC തുടങ്ങിയ കോച്ചിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. തവണത്തെ കേട്ടിട്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മുടെ അടുത്തേക്ക് വന്നാൽ മതി. നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കൂടെ ലൈവ് ക്ലാസ്സസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ PDF നോട്ട്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ റിവിഷനും ഉണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ ടോപ്പിക് കഴിയുമ്പോൾ റിവിഷൻ ഉണ്ടായിരിക്കും, റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സാം ആവാറാകുമ്പോഴത്തേക്കും റിവിഷൻസും റിവിഷൻ ലൈവ്സും ഒക്കെ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടും. അതായത് നമുക്ക് 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് കൃത്യമായി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആകെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഒരുപാട് ചെയ്ത് നോക്കണം. അതുപോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ഒരുപാട് തരുന്നുണ്ട്. മാത്സിനെ ബേസ് ചെയ്ത് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോയി സ്പീഡിൽ എഴുതി തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും. എല്ലാവർക്കും കേട്ടിട്ട് എക്സാം ക്ലിയർ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.